Hello dear friends, it's Shalini again with Easy English and welcome to my channel. കഴിഞ്ഞ സ്റ്റോറി എല്ലാവരും കേട്ടോ? അതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടോ? സോ again, let's practice. ഒരു പ്രവൃത്തി കാണിക്കുന്ന പദത്തിന് നമ്മൾ എന്താ പറയുക? verb. എന്താണ്? verb. ടീച്ചർ ഓരോ verbs ആയിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. വേർബ്സിന് 3 രൂപം, V1, V2, V3. V1 വേർബിൻ്റെ ആദ്യ ബേസിക് രൂപത്തിൽ എപ്പോഴും നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിനെ പറ്റി പറയാൻ V1 യൂസ് ചെയ്യാം. സോ ടുഡേയ്സ് വേർബ് ഈസ് റൈറ്റ്. പറഞ്ഞേ, റൈറ്റ്. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. എന്താണ്? റോട്ട്. ഇനി ഇപ്പോഴല്ല, കുറച്ച് മുന്നേ, എപ്പോഴെന്ന് നമുക്കറിയില്ല. അതിന് നമ്മൾ എന്തുപയോഗിക്കണം? V3, written. എന്താണ്? V3, written. ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞേ, റൈറ്റ്, റോട്ട്, written. ഇനി ടീച്ചർ നേരത്തെ പഠിച്ച വേർബ് ഓർമ്മയുണ്ടോ? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. മറന്നു പോകരുത്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഇനി നമുക്ക് റൈറ്റ് ഉപയോഗിച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കിയാലോ? ഞാൻ ഇന്ന് എഴുതി, അല്ലെങ്കിൽ എപ്പോഴും എഴുതാറുണ്ട്. എങ്ങനെ പറയും? ഐ റൈറ്റ് നോട്ട്സ് എവ്രി ഡേ. ഐ റൈറ്റ് നോട്ട്സ് എവ്രി ഡേ. എല്ലാ ദിവസവും എഴുതാറുണ്ട്. അതേസമയം ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേരാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? റൈറ്റ്സ്. എസ്സും കൂടെ ചേർക്കും. റൈറ്റ്സ്. അപ്പോൾ ഹീ ആണെങ്കിൽ എന്താണ്? റൈറ്റ്സ്. ഹി റൈറ്റ്സ് വിത്ത് ഇങ്ക് പെൻ. ഹി റൈറ്റ്സ് വിത്ത് ഇങ്ക് പെൻ. ഇനി പാസ്റ്റ് ടെൻസ് എഴുതി കഴിഞ്ഞു ടീച്ചറെ. എങ്ങനെ പറയും? ഷീ റോട്ട് ആൻ ആർട്ടിക്കിൾ. ഷീ റോട്ട് ആൻ ആർട്ടിക്കിൾ. ഇനി എപ്പോഴും എഴുതിയിട്ടുണ്ട്, എപ്പോഴാണെന്ന് ഓർമ്മയില്ല. എങ്ങനെ പറയും? റെമൻ ഹാഡ് റിട്ടൺ ദാറ്റ് റിപ്പോർട്ട്. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, V3 എന്ന് പറയുന്ന രൂപത്തിൻ്റെ കൂടെ ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിക്കണം. മനസ്സിലായോ? ഓർമ്മയുണ്ടോ? റെമൻ ഹാഡ് റിട്ടൺ ദാറ്റ് റിപ്പോർട്ട്. ഒന്നുകൂടെ, റൈറ്റ്, റോട്ട്, റിട്ടൺ. പ്രാക്ടീസ് ചെയ്യുമോ? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമോ? സോ ലെറ്റ്സ് റിവൈസ്. നമുക്ക് ഇതിന് മുന്നേ പഠിപ്പിച്ച പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്താലോ? ടീച്ചർ ആദ്യം പഠിപ്പിച്ചു. എന്താണ്? ആം, ഇസ്, ആർ. ഓർമ്മയുണ്ടോ? അടുത്ത വീഡിയോ കാണൂ. ആ വീഡിയോയിൽ ടീച്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആം, ഇസ്, ആർ നമുക്ക് സെൻറ്റൻസിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻ: ആം ഐ അറ്റ് ദ റൈറ്റ് പ്ലേസ്? ഇനി ഇതിനൊരു ഉത്തരം ടീച്ചർ അയച്ചു തന്നേ. ആം ഐ അറ്റ് ദ റൈറ്റ് പ്ലേസ്? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. റെഡിയാണോ? ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹീ ലുക്കിംഗ് അറ്റ് മീ? അവൻ എന്നെ നോക്കുന്നുണ്ടോ? ഈസ് ഹീ ലുക്കിംഗ് അറ്റ് മീ? ഇതിനെങ്ങനെ ഉത്തരം പറയാൻ പറ്റും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Are you talking to me? Are you talking to me? ഇതിനെങ്ങനെ ഉത്തരം പറയാൻ പറ്റും? ടീച്ചറിന് അയച്ചു തന്നേ. ആൻഡ് കീപ് പ്രാക്ടിസിങ്. ഡിയർ ഫ്രണ്ട്സ്, പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടുഗെദർ. നെക്സ്റ്റ് വീഡിയോ ഒന്നുകൂടെ കാണുക. ആം, ഇസ്, ആർ, വാസ്, വെയർ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട്. കീപ് വാച്ചിങ്. Like, share and subscribe to my channel. And it's easy English because English is very easy. Anybody can learn English. If a small child ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കും. എങ്ങനെ? കേട്ടറിഞ്ഞ്. എന്താണ്? എങ്ങനെയാണ് ചുറ്റുമുള്ളവർ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാണ് ആ കുട്ടി പഠിച്ചെടുക്കുന്നത്, അല്ലേ? അല്ലാണ്ട് ജനിക്കുമ്പോഴേ ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ലല്ലോ. അപ്പോൾ
നിങ്ങൾക്കും സംസാരിക്കാം, ആർക്കും സംസാരിക്കാം. സോ ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ടുഗെദർ. ബൈ ബൈ. സീ യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.